ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ പേജ് നമ്പർ 33 വരെയുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നോട്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോട്ട്സും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 34 ഓക്കെ. ഇവിടെ കച്ചവടത്തിൻ്റെ വ്യാപനം നമ്മൾ കണ്ടു അല്ലേ. വ്യാപനത്തിലൂടെ നമ്മളുടെ സ്ഥലത്തുള്ള ഒരുപാട് സാധനങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഫലങ്ങൾ ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫലങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പേരക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളൻകിഴങ്ങ്. ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലോ, നമുക്കറിയാവുന്നതാണല്ലേ. ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ അന്വേഷിക്കൂ. അപ്പോൾ ഇവിടെ ഉത്ഭവം എവിടെയാണെന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. പേരക്ക ജന്മദേശം മെക്സിക്കോയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുപോലെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കൂ. നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 ചെയ്ത് നോക്കാം. ഒന്ന്, കശുവണ്ടി. ഓക്കെ, കശുവണ്ടി ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. അതുപോലെ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം നാരുകൾ അടങ്ങിയ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഉരുളൻകിഴങ്ങ് നോക്കാം. ജന്മദേശം പെറു ആണ്. കിഴങ്ങുവിളയാണ് ഉരുളൻകിഴങ്ങ് എന്ന് പറയുന്നത്. പ്രോട്ടീന്, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളൻകിഴങ്ങ്. മറ്റൊന്ന് നോക്കൂ, പപ്പായ ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ഇവിടെ തന്നിട്ടുള്ള മരച്ചീനി. മരച്ചീനിയുടെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയാണ്. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കൂ, ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഇനി ഇതിന് താഴെയായിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. കച്ചവടത്തിന്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു? കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് അല്ലെ. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. മറ്റൊന്ന്, നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഷവർമ്മ, ഹമ്മൂസ്, കബ്സ, കുനാഫ, പത്തിരി ഇതൊക്കെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ പാസ്ത, പിസ്സ, സ്പാഗട്ടി ഇതൊക്കെ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഫലാഫിൽ അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഈജിപ്താണ്. ബിരിയാണി, ഹലീം, കബാബ് ഇതൊക്കെ പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കൂടാതെ മുട്ടമാലയും മുട്ടസുറുക്കയും ഒക്കെ പോർച്ചുഗീസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി ഭക്ഷണവും അസമത്വവും എന്ന വിഷയത്തിലേക്ക് കടക്കാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അപ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. പക്ഷേ ഭക്ഷണത്തിലും ഒരു അസമത്വം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ തുടങ്ങി.
അപ്പോൾ അങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലെ മിശ്രഭോജനം എന്ന ഒരു അതിനെതിരെയായിട്ടുള്ള ഒരു ശബ്ദം ഉയർത്താൻ വേണ്ടി അദ്ദേഹം മിശ്രഭോജനം എന്ന ഒരു ഇത് കൊണ്ടുവന്നു. എന്താണ് മിശ്രഭോജനം? 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെ ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഈ വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ പിക്ചറും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അസമത്വം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അത് ഒരുപാട് എതിർപ്പിന് വഴിവെക്കുകയാണ് ചെയ്തത്. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ വിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. അപ്പം ഇത്തരം വിവേചനം നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? ഒരു പരിധിവരെ നമുക്കില്ല എന്ന് പറയാം. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ കുറിപ്പ് ഇതിനെക്കുറിച്ച് എഴുതാം. അടുത്ത നോക്കൂ, പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഇവിടെ ഈ വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുന്നു എന്ന് റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണിയിൽ. അതിരൂക്ഷമായ വളർച്ച. സോമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. ഉക്രൈനിലെ യുദ്ധം. ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. ഇത്തരത്തിലുള്ള തലക്കെട്ടുകളാണ് തന്നിട്ടുള്ളത്, അല്ലേ? ഇനി എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന രാജ്യങ്ങളിലെ പട്ടിണി വർദ്ധിക്കുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്, അല്ലേ? ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷയില്ലായ്മയാണ്. ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനുദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അപ്പോൾ അവിടെ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം, അല്ലെ? കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലമാണ് ഇത്തരത്തിൽ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ഇത്രയും അധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിതരണമാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഇത്രയും പട്ടിണികൾ വരാൻ സാധ്യതയില്ല. മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. അറിയാമല്ലേ? ഇനി ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16. നോട്ട് ചെയ്ത് വെക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്.
ഇനി ഇവിടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യയിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. റേഷൻ കടയിലൊക്കെ അതിലൂടെയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. ഇനി ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കൂ. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉണ്ടാക്കുക. അതിൽ ഇതുപോലെ കോട്ടുകൾ എഴുതുക. ഭക്ഷണം പാഴാക്കരുത്, മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ, ഭക്ഷണം പാഴാക്കരുത്, എന്താണ് നിങ്ങൾ പാഴാക്കുന്ന ഓരോ അരുമണിയും മറ്റുള്ളവരുടെ ഭക്ഷണമാണ് എന്ന് ഓർക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇനി അടുത്തത്, പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ചർച്ച ചെയ്യാനാണ്. കൂട്ടുകാർ എഴുതണമെന്നില്ല, നിങ്ങളുടെ ടീച്ചർ പറയുന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം ഞാൻ. അതുപോലെ തന്നെ ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്തവരോടുള്ള ഒരു ക്രൂരത കൂടെയാണ്, അല്ലേ? നമ്മൾ പാഴാക്കുന്ന ഓരോ ഭക്ഷണത്തിലും ഓരോ പട്ടിണിക്കാരൻ്റെയും വിശപ്പ് അകറ്റാനുള്ളത് അതിലുണ്ട്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാർക്കും നമ്മൾ നിയമപരമായിട്ട് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്താണ്, നമ്മുടെ കൂടെയുള്ളവർ അഥവാ നമ്മുടെ അയൽവാസികളും ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ കടമയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്ക് ഭക്ഷണവും ആരോഗ്യവും എന്നുള്ളതാണ്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. ഇവിടെ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നോട്ട്സ് തന്നിട്ടുണ്ട്, അത് കൂട്ടുകാരും വായിച്ച് മനസ്സിലാക്കുക. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലിയും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ എഴുതാൻ പറ്റും? പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. പൊണ്ണത്തടി, ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷകസമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. അതുപോലെ തന്നെ ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ്, എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. ശരിയാണല്ലേ? നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോടുള്ള ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക, ഒരിക്കലും നമ്മൾ പാഴാക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കരുത്. അതുപോലെ കൂട്ടുകാർ, കിട്ടുന്ന ഭക്ഷണം എന്താണ്, നിങ്ങൾ ആസ്വദിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ വിശപ്പടക്കാനും ഉള്ളത് കഴിക്കുക. ഒരുപാട് ജങ്ക് ഫുഡും മറ്റ് ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നമ്മൾ അനാരോഗ്യമായിട്ട് മാറുകയും ചെയ്യും. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു സന്ദേശമാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ തരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.